നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം സ്വർഗം. ഈ പ്ലേസ് അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ പ്ലേസ് അറിയാത്തവർക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ലൊക്കേഷൻ എല്ലാം ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കിട്ടുകുട്ടി കൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് വരുന്നത് ഇവിടെ നിന്നാണ്. ഈ റൂട്ടിലോട്ടാണ് പോകാനുള്ളത്. ഇവിടെ നിന്ന് 3 വഴിയായിട്ട് തിരിയണം. പോകുന്ന വഴി ഇത്തിരി ടാസ്ക് ആണെങ്കിലും എത്തുന്ന സ്ഥലം അടിപൊളിയാണ്. പ്രകൃതി ആസ്വദിക്കുന്നവർക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് മെമ്മറീസ് കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെയായിരിക്കും ഇത്. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് പകുതി ദൂരം എത്തിയപ്പോൾ ഇരുന്നതാണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ബ്ലോക്കൊക്കെ ഉണ്ടാകും. അതൊന്നും സാരാക്കണ്ട, കയറിപ്പോയാൽ. ഫസ്റ്റ് വ്യൂ പോയിന്റ് സ്പോട്ടാണിത്. ഇവിടെ എത്തുമ്പോൾ വഴി തീർന്നെന്ന് തോന്നും. പക്ഷേ ഈ പാറയുടെ മേലെ കൂടെ കയറി അപ്പുറത്തെത്തുമ്പോൾ വീണ്ടും അങ്ങോട്ട് റൂട്ടുണ്ട്. പോകുന്നത് കാട്ടിനകത്തൂടെ ആയതുകൊണ്ട് തന്നെ കുരങ്ങന്മാരുണ്ട്, സൂക്ഷിക്കണം. കിട്ടുവിനെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മളെക്കാളും എൻജോയ് ചെയ്തത് എൻ്റെ കിട്ടുമായിരിക്കും. ഞങ്ങളുടെ കൂടെ ഓടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കയ്യിലെടുത്ത് മലയുടെ മുകളിൽ വരെ കൊണ്ടുപോകാമെന്ന് കരുതിയാണ് കൊണ്ടുവന്നതെങ്കിലും ഞങ്ങളുടെ കൂടെ ആ മല മുഴുവൻ നമ്മളെ കിട്ടുവും കൂടെ കയറിയിട്ട്. നമ്മൾ ഏകദേശം ടോപ്പിലെത്താറായി. കയറിയെത്താൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു മലയാണെങ്കിലും വന്നെത്തുന്ന വ്യൂ പോയിന്റ് കാണാൻ അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ ഹിൽ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റുന്ന നെട്ട വ്യൂ പോയിന്റ്. ഈ ഹിൽ ടോപ്പിൽ നിൽക്കുമ്പോഴുള്ള ഫീൽ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പൂനിച്ചിമല. അതാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് കഴിക്കാൻ ഞങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിലും കിട്ടുവിന് കഴിക്കാനുള്ളതെല്ലാം ഞങ്ങൾ തയ്യാറാക്കിയാണ് കൊണ്ടുപോയത്. ഇങ്ങനെ അതിനും ഫുഡ് കൊടുത്തായിരുന്നു. തെക്കൻ കുരിശുമലയുടെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. ഈ മലയുടെ ടോപ്പിൽ നിന്നാൽ നമുക്ക് അമ്പൂരിയിലുള്ള പുതിയ പാലവും പഴയ പാലവും കാണാൻ പറ്റും. നമ്മൾ പോയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കയറിയപ്പോൾ ആരും ഇല്ലായിരുന്നെങ്കിലും ഇറങ്ങിയപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിട്ടുവിനെ കൂടെ കൊണ്ടുപോയത് നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അടിപൊളി.
ഒരുപാട് സൺറൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് വെള്ളാർട കുരിശുമല പോകുന്ന റൂട്ടിൽ കുരിശുമലയിലോട്ട് കയറുന്ന വഴിക്ക് ഈ ഒരു കുരിശ് കാണും. ഈ കുരിശിന്റെ നേരെ സൈഡിലോട്ടുള്ള റോഡാണ് നമുക്ക് കയറി പോകാനാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കപ്പയും പോർക്കും കിട്ടുന്ന ഒരു കുഞ്ഞു കടയിലാണ് കേട്ടോ. ആ കടയുടെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും പോയി അതൊന്ന് കണ്ടു നോക്കും. ഇവിടെ വരുന്നവർക്ക് ആ സ്പോട്ടിൽ പോയി ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. അപ്പോൾ ശരി, വീണ്ടും കാണാം.